തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അവൻ പൂജാഗിരികൾ നീക്കി വിഗ്രഹസ്തംഭങ്ങൾ തകർത്ത് അശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ചു. മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. അതിന് നെഹുഷ്ടാൻ എന്നു പേരായിരുന്നു എന്ന് 2 രാജാക്കന്മാർ 18-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു. 11 ദിവസം കൊണ്ട് കനാനിൽ എത്തേണ്ട ദൂരത്തിനു പകരം 13,880 ദിവസം മരുഭൂമിയിൽ അലഞ്ഞ ഇസ്രായേൽ മക്കളുടെ മനസ്സ് ക്ഷീണിച്ച് നിരാശരായി ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായി സംസാരിച്ചത് നിമിത്തം യഹോവ അയച്ച അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റ് വളരെയധികം ജനങ്ങൾ മരിച്ചു. സംഖ്യാപുസ്തകം 21:4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു അഗ്നിസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ അതിനെ നോക്കിയാൽ ജീവിക്കും. അങ്ങനെ അവർ രക്ഷ പ്രാപിച്ചതായും വായിക്കുന്നു. എന്നാൽ ഇസ്രയേൽ മക്കൾ കനാൻ ദേശത്തെത്തി ഏകദേശം 900 വർഷങ്ങൾക്ക് ശേഷവും അവർ മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ നെഹുഷ്ടാൻ എന്ന പേര് വിളിച്ച് അതിന് ധൂപം കാട്ടിപ്പോരുന്നു. അതിനെ നോക്കി രക്ഷ പ്രാപിക്കാൻ പറഞ്ഞ സ്ഥാനത്ത് അതിനോട് ജനത്തിന് ആരാധനയായി മാറി. ഇസ്രയേൽ മക്കൾ കനാനിലെത്തിയ കാലം മുതൽ പ്രവാചകന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും യഹോവയാൻ ദൈവത്തോടുള്ള തീഷ്ണത കൊണ്ട് വിഗ്രഹങ്ങൾ തകർത്ത് വിഗ്രഹാരാധന ഉന്മൂലനം ചെയ്തിട്ടും നെഹുഷ്ടാനെ തകർത്ത് കളയാൻ ആരും ധൈര്യപ്പെട്ടില്ല. എന്തെന്നാൽ മോശ ഉണ്ടാക്കിയ ആ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞാൽ അതിന് ഭക്തിയാദരവുകളോടെ ധൂപം കാട്ടിയിരുന്ന ജനങ്ങളിൽ നിന്നുണ്ടാകാമായിരുന്ന എതിർപ്പുകൾ ഭരണാധികാരികൾ ഭയപ്പെട്ടിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം മോശ നിർമ്മിച്ച താമ്രസർപ്പത്തെ തകർക്കുകയാണെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും ദൈവകോപം ഉണ്ടാകുമോ എന്ന ആശങ്കയും അത് തകർത്ത് കളവാൻ വിഘാതമായിരുന്നു. എന്നാൽ ഹിസ്കിയാവിന് തന്റെ ദൈവത്തോടുള്ള തീഷ്ണത കൊണ്ട് തന്റെ ജനം ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന നിർബന്ധമുണ്ടായിരുന്നത് കൊണ്ടും സകല വിഗ്രഹങ്ങളും പൂജാഗിരികളും തകർത്തതോടൊപ്പം ജനം ഭക്തി ആദരവുകളോടെ ധൂപം അർപ്പിച്ച നെഹുഷ്ടാനെയും ഉടച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് രോഗകിടക്കയിൽ താൻ മരിച്ചു പോകുമെന്നുള്ള ദൈവത്തിന്റെ അരുളപ്പാട് കേട്ട് അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന് നിന്റെ ദൃഷ്ടിയിൽ നന്മയായത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് 2 രാജാക്കന്മാർ 20:3 ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് തന്റെ തീരുമാനം മാറ്റി അവന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടി നീട്ടിക്കൊടുക്കുവാൻ നിർബന്ധിതനായി. സർവശക്തനായ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച അനേകർ മുന്നിട്ടിറങ്ങുമെങ്കിലും പൊതുജനാഭിപ്രായത്തെ ഭയന്ന് പാരമ്പര്യങ്ങളായ ചില ദുരാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തിയാൽ പോലും ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാതെ ജീവിക്കുന്നു. എഫേസ്യ ലേഖനം 4:17 ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു മാറി മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നാം അങ്ങനെ ആകരുത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വിളി കേട്ട് നികുഷ്ടാന്മാരായ ദുരാചാരങ്ങളെ തകർത്ത് നാം മുന്നേറുകയാണെങ്കിൽ ഹിസ്കിയാവിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച ദൈവം നമുക്ക് വേണ്ടിയും തീഷ്ണതയോടെ പ്രവർത്തിക്കും. നമ്മുടെ ഹൃദയത്തിലുള്ള വിഗ്രഹങ്ങൾ ഏതൊക്കെയൊന്ന് കണ്ടെത്തി തച്ചുടച്ച് ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുത്ത് സത്യ ആരാധകരായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.